വെൽക്കം ടു സൈലന്റ് ലേണിംഗ്. ജെസി സാറാണ് സംസാരിക്കുന്നത്. മകളെ, ഓണപരീക്ഷ വരാനായിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഇതുപോലെ തന്നെ പഠിച്ച് സെറ്റായി ലെവലായി നിൽക്കുകയാണ് എന്ന് അറിയാം. അതിനിടയിലാണ് ചെറിയ ഒരു വീഡിയോയുമായിട്ട് സാർ വന്നിട്ടുള്ളത്. എന്താണെന്ന് അറിയാം മക്കളെ, ഈ വരുന്ന ഓണം എക്സാമിനകത്ത് നിർബന്ധമായി നമ്മൾ പഠിക്കേണ്ടതും എന്തായാലും വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഭാഗത്തിലേക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, കടക്കാം. അതിനു മുൻപ് ഏത് ചാപ്റ്ററിലുള്ളതാണ് എന്ന് നിങ്ങൾക്കറിയാം. പ്രധാനമായിട്ടും സോഷ്യൽ സയൻസിനകത്തെ ഹിസ്റ്ററി ഭാഗത്തിനകത്തെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഐഡിയാസ് ആൻഡ് ഏർലി സ്റ്റേറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ടല്ലോ, ആശയങ്ങളും ആദ്യകാല രാഷ്ട്രങ്ങളും എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, ആ ചാപ്റ്ററിനകത്തെ ഒരു ഭാഗമാണ് എന്ത് ചെയ്തത് നമ്മൾ പറയാൻ പോകുന്നത്. ഞാൻ ആദ്യം തന്നെ അത് ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്കൊന്ന് ജസ്റ്റ് പറഞ്ഞു പോകാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടോപ്പിക്കിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നിങ്ങൾ കണ്ടത് BC 6th സെഞ്ചുറിക്കകത്ത്, അതായത് നിങ്ങൾക്കറിയാം BC 6ാം നൂറ്റാണ്ടിനകത്ത് ഈ പറയുന്ന ഇന്ത്യക്കകത്ത് ഒരുപാട് മഹാജനപദങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. ഒരുപാട് പ്രധാനപ്പെട്ട ജനപദങ്ങൾ കൂടിച്ചേർന്ന ഒരു വലിയ മഹാജനപദങ്ങൾ ഉണ്ടായിരുന്നു. അതായത് കൊച്ചു ഇതുപോലെ തന്നെ എന്താണ് നാട്ടുരാജ്യങ്ങൾ പോലെ ഒരുപാട് പ്രധാനപ്പെട്ട എന്താണ് ഈ പറയുന്ന അധികാര കേന്ദ്രങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട 16 എണ്ണമാണ്. ആ 16 എണ്ണത്തിന്റെ പേരൊക്കെ നിങ്ങൾ ഇതേപോലെ തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇനി ആ ഒരു 16 എണ്ണത്തിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒന്നാണ് മഗധ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പവർഫുൾ ആയിട്ടുള്ള ഒരു മഹാജനപദമായിരുന്നു ആര്, മഗധ എന്ന് പറയുന്നത്. അപ്പൊ മക്കളെ, നിങ്ങൾക്കറിയാം ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒന്നാണ് ആര്, മഗധയാണ്. ഈ മഗധ പ്രധാനമായിട്ടും ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, മഗധയ്ക്കകത്ത് ഭരിച്ചിട്ടുണ്ട്. ശിശുനാഗന്മാർ ഭരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ കണ്ട നന്ദരാജവംശങ്ങൾ ഭരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പറയുന്ന മഗധയെ ഏറ്റവും ടോപ്പിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന ആളുകളായിരുന്നു മൗര്യൻ എംപയർ അല്ലെങ്കിൽ മൗര്യ രാജവംശമാണ് ഈ പറയുന്ന മഗധയെ ഏറ്റവും സൂപ്പർ പവറായിട്ട് എന്ത് ചെയ്യുന്നത്, ഉയർത്തിക്കൊണ്ടുവന്നത്. മൗര്യൻ എംപയർ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കകത്തെ ആദ്യത്തെ എംപയർ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട ഈ പറയുന്ന എംപയർ അല്ലെങ്കിൽ പ്രധാനമായിട്ട് നിങ്ങൾക്കറിയാം ചക്രവർത്തി അല്ലെങ്കിൽ ഈ പറയുന്ന സാമ്രാജ്യം എന്നൊക്കെ പറയുന്നത് പ്രധാനമായിട്ടും ആരിലൂടെയാണ് വരുന്നത്, ഈ പറയുന്ന മൗര്യൻ എംപയേഴ്സിലൂടെയാണ്. മൗര്യൻ എംപയേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മക്കളെ 3 പ്രധാനപ്പെട്ട റൂളേഴ്സ് ആണുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും ഇത് സ്ഥാപിച്ചിട്ടുള്ളത് ചന്ദ്രഗുപ്ത മൗര്യനാണ് ഈ പറഞ്ഞ മൗര്യൻ എംപയർ സ്ഥാപിച്ചുള്ളത്. പിന്നീട് അദ്ദേഹത്തിന്റെ കാലശേഷം അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ബിന്ദുസാരൻ വരുന്നു. ബിന്ദുസാരന്റെ കാലശേഷം അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ആര് വരുന്നു, അശോകൻ വരുന്നു. ആരാ വരുന്നത്, അശോക ചക്രവർത്തിയാണ് വരുന്നത്. മകളെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട ആൾ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആരാണ്, ഈ പറയുന്ന അശോക ചക്രവർത്തിയാണ്. നമ്മൾ എന്താണ് പറയാൻ പോകുന്നത്, അശോക ചക്രവർത്തിയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. മകളെ, അശോക ചക്രവർത്തിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾ കണ്ടത്, ലോകത്ത് ഈ ഒരു യുദ്ധത്തിൽ വിജയിച്ചതിന് ശേഷം യുദ്ധം അവസാനിപ്പിച്ചിട്ടുള്ള ഏക ചക്രവർത്തി അല്ലെങ്കിൽ ഏക റൂളർ എന്ന് പറയുന്നത് ആരാണ്, അശോക ചക്രവർത്തിയാണ്. മനസ്സിലാക്കണം, ലോകത്ത് ഇന്നേ വരെ ഒരു രാജാവും ഇതേപോലെ യുദ്ധത്തിൽ വിജയിച്ചതിന് ശേഷം യുദ്ധം അവസാനിപ്പിച്ചിട്ടില്ല. അധികവും ഇതുപോലെ അവസാനിപ്പിക്കുന്നത് എപ്പോഴായിരിക്കും, യുദ്ധത്തിൽ തോറ്റു കഴിഞ്ഞാലാണ്, പരാജയപ്പെട്ടാലാണ് യുദ്ധം അവസാനിപ്പിക്കുക. എന്നാൽ അശോക ചക്രവർത്തി എന്ന് പറഞ്ഞാൽ ഈ ഒരു യുദ്ധത്തിൽ വിജയിച്ചതിന് ശേഷം യുദ്ധത്തിനെ വെടിഞ്ഞുകൊണ്ട് സമാധാനത്തിന്റെ പാതയിലേക്ക് പോയിട്ടുള്ള ആളാണ് ആര്, അശോക ചക്രവർത്തി. ഏത് യുദ്ധമാണ് അദ്ദേഹം വിജയിച്ചതെന്ന് ചോദിച്ചാൽ ഏറ്റവും ഫേമസ് ആയിട്ട് നമുക്കറിയുന്നതാണ്, അദ്ദേഹം വിജയിച്ച യുദ്ധത്തിന്റെ പേരാണ് കലിംഗ യുദ്ധമാണ് വിജയിച്ചത്. കലിംഗ യുദ്ധമാണ്. കലിംഗ യുദ്ധത്തിൽ ഒരുപാട് ആളുകളെ അശോക ചക്രവർത്തി കൊല്ലുന്നു. ഇതേപോലെ തന്നെ ഈ മരിച്ചു കിടക്കുന്ന പരിക്കേറ്റ് കിടക്കുന്ന ഒരുപാട് ആളുകളുടെ ഈ ഒരു ഇതുപോലെ ചിത്രം കണ്ടിട്ട് അശോക ചക്രവർത്തി എന്ത് ചെയ്യാണ്, ഈ യുദ്ധത്തിനോട് വെറുപ്പ് അദ്ദേഹത്തിന് ഉണ്ടാവുകയാണ്. പിന്നീട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, തന്റെ ഈ പറയുന്ന യുദ്ധത്തിനോടുള്ള എല്ലാ കൊതികളും ഇതുപോലെ തന്നെ അവസാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ബുദ്ധമതം എന്ത് ചെയ്യാണ്, സ്വീകരിക്കുകയാണ്. ആര്, അശോക ചക്രവർത്തി. പിന്നീടുള്ള കാലഘട്ടത്തിൽ ബുദ്ധമതത്തിന്റെ ഏറ്റവും പ്രചാരകനായിട്ട് ആര് മാറുകയാണ്, അശോക ചക്രവർത്തി മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ മക്കളെ, നമുക്കറിയാലോ പ്രധാനമായിട്ടും നിങ്ങൾക്ക് കാണുന്ന ഒരു ടോപ്പിക്കാണ് അശോകധർമ്മ. അശോകത്തിന്റെ പ്രധാനപ്പെട്ട ധർമ്മത്തിനെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിനകത്ത് നിങ്ങൾ കാണുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, നിർബന്ധമായി പഠിച്ചു വെച്ചോളണം. അപ്പൊ നമ്മൾ തുടങ്ങുകയാണ്, എന്താണ് അശോകധർമ്മത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയാൻ പോകുന്നത്. അശോക ചക്രവർത്തി പ്രധാനമായിട്ടും ജനങ്ങൾക്കിടയിൽ സമാധാനവും സഹവർത്തിത്വവും ഉണ്ടാകാൻ വേണ്ടി സ്വീകരിച്ചിട്ടുള്ള ഒരു ആശയമാണ്, അല്ലെങ്കിൽ അത് പ്രചരിപ്പിച്ച ആശയമാണ് അശോകധർമ്മ എന്ന് പറയുന്നത്. അശോകധർമ്മ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ അശോക ചക്രവർത്തി പറഞ്ഞിട്ടുള്ള ഒരുപാട് ആശയങ്ങളാണ്. അത് ജനങ്ങളെ എന്താണ് ഇതുപോലെ തന്നെ സമാധാനത്തോട് സഹവർത്തിത്തോടു കൂടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത് പ്രചരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ മക്കളെ, ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. പ്രധാനമായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്, ദ ഐഡിയാസ് പ്രൊപ്പഗേറ്റഡ് ബൈ എംപറർ അശോക to maintain peace and coexistence among the subject are known as അശോക ധർമ്മ. മക്കളെ ശ്രദ്ധിക്കണം, തൻ്റെ പ്രജകൾക്കിടയിൽ, പ്രജകൾ മീൻസ് തൻ്റെ ഈ പറഞ്ഞ സാധാ ജനങ്ങൾക്കിടയിൽ ഇതേപോലെ തന്നെ സഹവർത്തിത്വവും സമാധാനവും നിലനിർത്താൻ വേണ്ടി അശോക ചക്രവർത്തി പ്രചരിപ്പിച്ചിട്ടുള്ള ആശയങ്ങളെ പറയുന്ന പേരാണ് അശോകധർമ്മ അല്ലെങ്കിൽ അശോകധമ. മക്കളെ ശ്രദ്ധിക്കണം കേട്ടോ, അശോകധർമ്മം അല്ലെങ്കിൽ അശോകധമ എന്നൊക്കെ നിങ്ങൾക്ക് കാണാം. രണ്ട് പറഞ്ഞാൽ എന്താണ്, ശരിയാണ് കേട്ടോ. അശോകധമ എന്ന് പറഞ്ഞാലും അശോകധർമ്മം എന്ന് പറഞ്ഞാലും എന്താണ്, ഓക്കെ ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക്
പെട്ടെന്ന് പോയിന്റിലേക്ക് നോക്കാം. എന്താണ് പ്രധാനപ്പെട്ട അശോക ചക്രവർത്തി പറഞ്ഞിട്ടുള്ള ആ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ദ മെയിൻ ഐഡിയാസ് ഓഫ് അശോകധർമ്മത്തിന്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ പറയുന്ന അശോക ചക്രവർത്തി പറഞ്ഞത്. അതിലെ ഒന്നാമത്തെ കാര്യം എന്താണ്? അശോക ചക്രവർത്തി പറയുന്നുണ്ട് ടു ബി ടോളറൻറ്റ് ടു അതർ റിലീജിയൻ. അദ്ദേഹം പറയാണ് പ്രധാനമായിട്ടും നിങ്ങൾ ഇതേപോലെ തന്നെ മറ്റു മതവിശ്വാസികളോട് സഹിഷ്ണുത കാണിക്കുക. അതായത് നിങ്ങളുടെ മതത്തിനോടും അതേപോലെ തന്നെ കാണിക്കുന്ന സ്നേഹം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, മറ്റു മതത്തിനോടും കാണിക്കണം. മറ്റു മതത്തോട് നിങ്ങൾ ടോളറൻസ് കാണിക്കണം, അല്ലെങ്കിൽ സഹിഷ്ണുത കാണിക്കണം എന്നാണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹം പറയുന്നത് അല്ലേ. അത് ഇനി നെക്സ്റ്റ് വൺ അടുത്ത നോക്ക്. പ്രധാനമായിട്ട് അദ്ദേഹം പറയാണ് റെസ്പെക്ട് എൽഡേഴ്സ് ആൻഡ് ടീച്ചേഴ്സ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അദ്ദേഹം പറയാണ് നിങ്ങൾ മുതിർന്നവരെയും അതുപോലെ തന്നെ നിങ്ങളുടെ ഗുരുക്കന്മാരെയും നിങ്ങൾ ബഹുമാനിക്കുക. മുതിർന്നവരെയും ഇതുപോലെ തന്നെ ഗുരുക്കന്മാരെയും ഇതേപോലെ തന്നെ ബഹുമാനിക്കുക. റെസ്പെക്ട് എൽഡേഴ്സ് ആൻഡ് ടീച്ചേഴ്സ് എന്നാണ് എന്ത് ചെയ്യുന്നത് അശോക ചക്രവർത്തി പറഞ്ഞിട്ടുള്ളത്. വളരെ മഹത്തായിട്ടുള്ള ഒരു കാര്യമാണ് അശോക ചക്രവർത്തി പറയുന്നത്. ഇനി മക്കളെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ 2 പോയിന്റ് നമ്മൾ പറഞ്ഞു. ഇനി 3ാമത്തെ പോയിന്റ് എന്താണ് മക്കളെ? എല്ലാവരും ശ്രദ്ധിച്ചോളൂ. പ്രധാനമായിട്ട് പറയുന്നുണ്ട് ബി കൈൻഡ് ടു സ്ലേവ്സ് ആൻഡ് ദ സിക്ക് എന്ന് പറയുന്നുണ്ട്. അടിമകളോടും അതേപോലെ തന്നെ രോഗികളോടും നിങ്ങൾ ദയ കാണിക്കുക എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് ബി കൈൻഡ് ടു സ്ലേവ് ആൻഡ് ദ സിക്ക് എന്ന് പറയുന്നുണ്ട്. അതായത് അടിമകളായിട്ടുള്ള ആൾക്കാർ അതേപോലെ തന്നെ സിക്കായ അല്ലെങ്കിൽ രോഗികളായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവരോടും നിങ്ങൾ ദയ കാണിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട് അശോക ചക്രവർത്തി പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അശോക ചക്രവർത്തിയുടെ ധർമ്മത്തിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്ന് പറയുന്നത്. ആ മക്കളെ നിർബന്ധമായിട്ടാണ് ഇത് പഠിച്ചു വെച്ചോണം. കാരണം എക്സാമിനകത്ത് എന്തായാലും ഈ ഭാഗം ചെയ്യും ചോദിക്കും. ആ ചോദ്യം എങ്ങനെയാണ് വരിക എന്നല്ലേ? ആ ചോദ്യം വരിക മക്കളെ ഈ രീതിയിലാണ് വരിക. നിങ്ങൾ നോക്കിക്കോളൂ, നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ലിസ്റ്റ് ഡൗൺ ദ മെയിൻ ഐഡിയാസ് ഓഫ് അശോകധർമ്മ. അശോകധർമ്മയിലെ പ്രധാന ആശയങ്ങൾ പട്ടികപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ട് ഒരു ചോദ്യം വരും മക്കളെ. അത് വരികയാണെങ്കിൽ നിങ്ങൾ നോക്ക് 3 മാർക്സിനാണ് അത് വരിക. 3 മാർക്കിന് ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും അത് എന്നുള്ളത്. അപ്പം നിർബന്ധമായിട്ടും ഈ പറയുന്ന അശോകന്റെ പ്രധാനപ്പെട്ടുള്ള ധർമ്മത്തിനെ കുറിച്ച് അതിലുള്ള പ്രധാനപ്പെട്ട ഐഡിയാസ് അല്ലെങ്കിൽ ആശയങ്ങളെ കുറിച്ച് നിർബന്ധമായിട്ട് പഠിച്ചു വെച്ചോളണം. എക്സാമിന് എന്തായാലും വരും. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മക്കളെ ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിനകത്ത് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ആൾക്കാർ നിർബന്ധമായും ഇതേപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തണം. ഇതേപോലെ തന്നെ നിങ്ങൾ കമൻറ്റുകളെ കൂടാതെ തന്നെ ഇതുപോലെ തന്നെ ലൈക്കുകൾ അടിക്കണം. കൂടാതെ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്ന ആൾക്കാരെങ്കിൽ നിർബന്ധമായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി വേണം. അപ്പം ഓണം എക്സാം ആണ്, അടിപൊളിയാക്കുക, ഉഷാറാക്കുക. സോ ഓൾ ദി ബെസ്റ്റ് എവരിവൺ, ഓൾ ദി ബെസ്റ്റ്, ബൈ.